ഞാൻ ഒരു സൈനികൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള ഒരു അറിവൊന്നും എനിക്കില്ല. എങ്കിലും ഒരു സൈനികനാവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ കുടുംബത്തെക്കാളും ഒരു പടി മുന്നിലേക്ക് നമ്മൾക്ക് രാജ്യസേവനം ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. രാജ്യസേവനം എന്നുള്ളത് വളരെ ഉയർന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞ 1-2 കാര്യങ്ങളാണ് എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത്. ആൾ പറയാറുണ്ട്, രാജ്യത്തിന് വേണ്ടി ഒരു മിലിറ്ററിയിൽ സർവീസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുവിധം കുറേയധികം കഷ്ടപ്പാടിലും വേദനയിലും കൂടിയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സൈനികനായി ജീവിക്കാൻ എനിക്ക് സാധിച്ചു എന്നത് എനിക്ക് വളരെ നിർവൃതിയുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു സൈനികനായി തന്നെ മരിക്കണമെന്നുള്ളത്. അത് അദ്ദേഹത്തിന് സാധിച്ചു. ഒരു വീരചർമ്മം പ്രാപിക്കാൻ തന്നെ അദ്ദേഹത്തിന് പറ്റി. അതിലെനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ വീട് അയ്യന്തോളാണ്. അവിടെ ഒരു യുദ്ധസ്മാരകമുണ്ട്. അവിടെ എഴുതി വച്ചിട്ടുണ്ട് അമർ ജവാൻ എന്ന്. അതായത് മരിച്ച ഒരു ജവാനും, രാജ്യത്തിന് വേണ്ടി മരിച്ച ഒരു ജവാനും ഒരിക്കലും മരിക്കുന്നില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ എനിക്ക് ഈ നാദബ്രഹ്മം ഫൗണ്ടേഷൻ തന്ന ഈ ആദരവ് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ 26 വർഷം കഴിഞ്ഞ് 27ാമത്തെ വർഷത്തിലാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും മരിക്കുന്നില്ല. കാരണം ഓരോ വർഷവും ഇതുപോലെയുള്ള ഫൗണ്ടേഷൻസും ട്രസ്റ്റികളും ക്ലബ്ബുകളും ഒക്കെ ഞങ്ങളെ വിളിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിൽ പറയുന്നത്. സാറിന് നന്നായിട്ടറിയാം. ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്കതിൽ ഭയങ്കര അഭിമാനമുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയ ഓഫീസേഴ്സിൻ്റെ മുന്നിൽ വെച്ച് എനിക്ക് ഇത്രയും നല്ലൊരു ആദരവ് നൽകിയതിന് എങ്ങനെയാണ് നന്ദി പറയുകയെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ എല്ലാവിധ ആത്മാർത്ഥമായിട്ട് നന്ദി നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഈ രാജ്യത്തിന് വേണ്ടി സൈനിക സേവനം അർപ്പിച്ചവർക്കും ഇനിയിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ആദരവിനെ ഞാൻ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസാ പ്രസംഗത്തിനായി പ്രമുഖ ബിൽഡറും വിശ്രാം ബിൽഡേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ സി. ശ്രീരഞ്ജിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.